ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡാൽ പൊറാട്ടയുടെ റെസിപ്പിയാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചെറുപയർ പരിപ്പ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. കപ്പില്ലാത്തവർ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ പകുതി ചെറുപയർ പരിപ്പ് എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ ഏകദേശം 2-3 മണിക്കൂർ വെച്ചിട്ട് കുതിർത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂർ വെച്ച് കുതിർത്തെടുത്തതാണ്. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല ഊറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ അത് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ടെടുക്കുക. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ടെടുക്കാം. ഞാനിവിടെ 2 ചെറിയ പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്താണ്, അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്നത് വരെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കൈകൊണ്ട് കുഴച്ചിട്ട് ഒരു മാവാക്കി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേ രൂപത്തിലുള്ള മാവാക്കി എടുക്കുക. മാവ് നല്ല ഹാർഡായി കിട്ടരുത്, കുറച്ച് ലൂസായിട്ട് വേണം കിട്ടാൻ. ചപ്പാത്തിയുടെയൊക്കെ അതേ സോഫ്റ്റ്നെസ് തന്നെ കിട്ടണം. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിൽ നിന്ന് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഉരുള എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് കല്ലിൽ കുറച്ച് പരാപ്പൊടി ഇട്ടെടുക്കുകയാണ്. കുറച്ച് മാവ് എടുത്തിട്ട് പരത്തി കൊടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിയിലായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതുപോലുള്ള പാത്രമോ മൂടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കട്ട് ചെയ്താൽ ഇതേ രീതിയിൽ മതി, കട്ടി കൂടി പോവണ്ട. ഈ ഒരു കട്ടിയിലായിട്ട് പരത്തിയെടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക. അപ്പം അങ്ങനെ മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലോണം ചൂടായതിന് ശേഷം നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരട്ടി കൊടുക്കാം. ഓരോന്നായിട്ട് വെച്ചെടുക്കാം. ചെറുതായിട്ട് പരത്തിയെടുത്തുകൊണ്ട് തന്നെ ഇതിൽ 3 എണ്ണം വെച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കണ്ട. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഉള്ളിൽ വേവാതെ കിട്ടും. അപ്പോൾ കുറച്ച് നേരം അടുപ്പത്ത് കിടന്നിട്ട് തന്നെ വെന്ത് കിട്ടേണ്ടതാണ്. കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ടെടുക്കാം.
ഈ അടിഭാഗം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് ഒന്നുകൂടി മറിച്ചിട്ടെടുക്കാം. രണ്ട് ഭാഗവും വെന്ത് കിട്ടിയാൽ ചട്ടിയിൽ നിന്നും എടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഡാൽ പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. വൈകുന്നേരങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്